ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും നിർണായകമായ ഒരു ഉത്തരവാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമായ ഒരു ഉത്തരവാണ് സുപ്രീം കോടതിയിൽ നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. രാജ്യത്ത് തെരുവ് നായ്ക്കളുടെ എണ്ണം കൂടുന്നതും അവ മനുഷ്യരെ ആക്രമിക്കുന്നതും സംബന്ധിച്ച കേസിൽ മൃഗസ്നേഹികളുടെ അപേക്ഷ സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. അതായത് മുൻ ഉത്തരവ് കർശനമായി നടപ്പാക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ AWBI പുറപ്പെടുവിച്ച സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് മൃഗസ്നേഹി നൽകിയ അപേക്ഷയാണ് സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. കേസിൽ ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് വിധി പറഞ്ഞിരിക്കുന്നത്. തെരുവുനായ ശല്യം ഭീകരമായ അവസ്ഥയിലേക്ക് എത്തിയതിന് പൂർണ്ണ ഉത്തരവാദികൾ സംസ്ഥാന സർക്കാരുകളുടെ നിഷ്ക്രിയത്വമാണ് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. നിയമങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നതിൽ അധികൃതർ കാണിച്ചത് കടുത്ത അനാസ്ഥയാണ്. മനുഷ്യജീവന് ഭീഷണിയാകുന്ന നായ്ക്കളെ കൊലപ്പെടുത്തണം. സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കുന്നുണ്ടോ എന്ന് ഹൈക്കോടതി വിലയിരുത്തണമെന്നും ഇതിന് 2-അംഗ ബെഞ്ച് രൂപീകരിക്കണമെന്നും കോടതി കർശനമായ ഒരു നിർദ്ദേശമാണ് ഇന്ന് നൽകിയിരിക്കുന്നത്. 3 ഭാഗങ്ങളായാണ് കോടതി വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ നടപടി വേണമെന്നും എയർപോർട്ടുകളിൽ നിന്നടക്കം നായ്ക്കളെ മാറ്റണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുട്ടികൾക്ക് നേരെയുള്ള തെരുവുനായ ആക്രമണങ്ങളെ അതീവ ഗൗരവത്തോടെ കാണുന്നുവെന്ന് പറഞ്ഞ കോടതി രാജ്യത്തെ തെരുവുനായ ആക്രമണങ്ങളുടെ കണക്ക് നിരത്തുകയും ചെയ്തു. ആക്രമണകാരികളല്ലാത്ത തെരുവ് നായ്ക്കളെ വന്ധീകരണം ചെയ്യുക, അതിനോടൊപ്പം തന്നെ വാക്സിനേഷനും നടത്തി അവയെ പിടിച്ച സ്ഥലത്ത് തന്നെ തിരികെ വിടാമെന്ന് കോടതി നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി ഹൈവേകൾ, ആശുപത്രികൾ, സ്കൂളുകൾ, കോളേജുകൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ നിന്ന് തെരുവ് നായ്ക്കളെ മാറ്റാൻ അതായത് 2025 നവംബറിൽ കോടതി ഒരു താത്കാലിക ഉത്തരവ് ഇട്ടിട്ടുണ്ടായിരുന്നു. തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് ആർക്കെങ്കിലും പരിക്കേൽക്കുകയോ മരണം സംഭവിക്കുകയോ ചെയ്താൽ അതിന്റെ ഉത്തരവാദിത്തം നഗരസഭകൾക്കോ പഞ്ചായത്തുകൾക്കോ മാത്രമല്ല ആ നായ്ക്കൾക്ക് സ്ഥിരമായി ഭക്ഷണം നൽകുന്ന ആളുകൾക്ക് കൂടിയായിരിക്കുമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. നായ്ക്കൾക്ക് ദിവസവും ഭക്ഷണം നൽകുന്നവർക്ക് അവ മറ്റുള്ളവരെ ആക്രമിക്കുമ്പോൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നാണ് കോടതിയുടെ പക്ഷം. ആസാം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഒരു വർഷം 1-ലധികം പേർക്ക് നായയുടെ കടിയേറ്റ്, അതായത് തെരുവ് നായകളുടെ കടിയേറ്റിട്ടുണ്ട് എന്നാണ് കണക്കുകൾ. ആ കണക്കുകൾ ഞെട്ടിക്കുന്നതാണെന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2025 ജൂലൈയിൽ തെരുവ് നായകളുടെ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിനെ തുടർന്നാണ് സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തത്. ആദ്യം നായ്ക്കളെ മുഴുവൻ പിടികൂടി ഷെൽട്ടറുകളിലേക്ക് മാറ്റാൻ കോടതി ഉത്തരവിട്ടെങ്കിലും മൃഗസ്നേഹികളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് കോടതി ആ ഉത്തരവ് തിരുത്തുകയായിരുന്നു. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത, NJ അൻസാരിയ തുടങ്ങിയവരുടെ ബെഞ്ചിന്റേതാണ് നിർണായകമായ ഉത്തരവ് ഇന്ന് വന്നിട്ടുള്ളത്. സ്കൂളുകൾ, കോളേജുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന തെരുവ് നായ്ക്കളെ വന്ധീകരണം ചെയ്തതിനു ശേഷം ഷെൽട്ടറിലേക്ക് മാറ്റണം. പൗരന്മാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു അവകാശമാണ്. ഏതെങ്കിലും ഒരു ജീവിയെ പേടിച്ച് സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കാനാകില്ല എന്ന് കോടതി വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തെരുവ് നായ്ക്കൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. സർക്കാരുകൾക്ക് മൂകസാക്ഷിയായിരിക്കാൻ കഴിയില്ല എന്നും സുപ്രീം കോടതി വ്യക്തമായി പറയുന്നുണ്ട്. ABC ചട്ടങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കിയെങ്കിൽ ഇപ്പോഴത്തെ പ്രതിസന്ധി ഉണ്ടാവില്ലായിരുന്നുവെന്ന് കോടതി എടുത്തു പറയുകയാണ്. രാജ്യത്ത് എല്ലാ ജില്ലയിലും ചുരുങ്ങിയത് ഒരു ABC സെന്ററെങ്കിലും വേണമെന്നാണ് കോടതി പറയുന്നത്. ജനസാന്ദ്രതയുള്ള ജില്ലകളിൽ അതനുസരിച്ച് ABC സെന്ററുകളുടെ എണ്ണം കൂട്ടാം. ആന്റി റാബിസ് വാക്സിൻ ഉറപ്പാക്കണമെന്നും സുപ്രീം കോടതി കർശനമായ നിർദ്ദേശം സർക്കാരുകൾക്ക് നൽകിയിട്ടുണ്ട്.